നമ്മൾ ഒരുപാട് പേരുടെ മോട്ടിവേഷണൽ വീഡിയോസ് കാണാറുണ്ട്, സക്സസ് സ്റ്റോറീസ് കേൾക്കാറുണ്ട്, സ്പീച്ചസ് കേൾക്കാറുണ്ട്. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ എല്ലാവർക്കും വർക്കാവും? വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണത്. ഇന്ന് പലർക്കും മനസ്സിലുണ്ടാവുന്ന ഒരു സംശയമാണത്. നമ്മൾ ഇപ്പോൾ ഒരു മോട്ടിവേഷണൽ സ്പീക്കറുടെ വീഡിയോ കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരാളുടെ സക്സസ് സ്റ്റോറി അപ്പാടെ പകർത്താൻ ശ്രമിച്ചതുകൊണ്ടോ ആർക്കും ഗുണമുണ്ടാവില്ല. പകരം എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഓരോ ഇൻഡിവിജ്വലിനും അറിയാം എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ സക്സസ്സിനായിട്ടെന്ന്. അതായത് ഇപ്പോൾ 100 പേരെ നമ്മൾ എടുക്കുകയാണെങ്കിൽ 100 വ്യത്യസ്തമായ സക്സസ് പാത്തുകളുണ്ട്. പിന്നെ എന്താണ് മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ അഡാപ്റ്റ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഒരു മോട്ടിവേഷണൽ സ്പീക്കറുടെ സംസാരം കേൾക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരാളുടെ ഒരു സക്സസ് സ്റ്റോറി കേൾക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങളെ അതിൽ നിന്ന് അഡാപ്റ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ എനിക്ക് പല ഗുണങ്ങളുമുണ്ട്, പക്ഷേ എനിക്ക് കൺസിസ്റ്റൻസി വളരെ കുറവാണെന്ന് വെച്ചോളൂ. അപ്പോൾ ആ കൺസിസ്റ്റൻസിയുടെ പാഠങ്ങളാണ് ഞാൻ അവരിൽ നിന്ന് പഠിക്കേണ്ടത്. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള എഫേർട്ടിലൂടെ എങ്ങനെ സക്സസ്സിലെത്താം? വഴി എനിക്കറിയാം, പക്ഷേ പോകേണ്ട പാത്തിൽ അക്സെപ്റ്റ് ചെയ്യേണ്ട കുറച്ച് ഗുണങ്ങൾ, മൂല്യങ്ങൾ, അത് മാത്രമാണ് ഞാൻ അവിടെ ലേൺ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ടൈലർ ഇറ്റ് അക്കോർഡിംഗ് ടു യുവർ നീഡ്സ് എന്നാണ് നമ്മളിതിനെ പ്രോജക്റ്റ് മാനേജ്മെൻറ്റിലും എല്ലാ മേഖലകളിലും പറയുന്നത്. നമുക്ക് വേണ്ടത് മാത്രം ഉൾക്കൊള്ളുക, വേണ്ടാത്തതിനെ തള്ളിക്കളയുക. അതാണ് ശരിക്കുള്ള മോട്ടിവേഷൻ.